ഹലോ ഗായ്സ്, ഇത് ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ നിൽക്കുകയാണ്. ഇന്നലെയായിരുന്നു വീട്ടിൽ പാല് കാച്ച്. ഇപ്പം ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി കേട്ടോ. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ ഉണ്ടല്ലോ, പുതിയ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണമെന്നുണ്ടല്ലോ. അപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. അപ്പം ഇന്നലെ രാവിലെ ഞാൻ റെഡി ആകുന്നത് മുതലുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അതൊന്നും പറ്റിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പുതിയ വീട് പാലുകാച്ച വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടോ. ഞങ്ങളിതേ കൊണ്ട് കയറാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നിലവിളക്ക്, നിറകുടം, പാലും കലവും, ആമാടപ്പെട്ടി, ഒരു മുറം പച്ചക്കറി, രാമായണം, അങ്ങനെ ഓരോരുത്തരും കൊണ്ട് കയറേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി വിളക്ക് തരികയാണ് എൻ്റെ കയ്യിലേക്ക്. ഞാനാണ് വിളക്ക് കൊണ്ട് കയറുന്നത്. ശരത്ത് നിറകുടം, അമ്മ പാലും കലവും, അച്ഛൻ ആമാടപ്പെട്ടി, ശരത്തിൻ്റെ അമ്മ ഒരു മുറം പച്ചക്കറി, പാർത്ഥൻ രാമായണവും കൊണ്ട് കയറുകയാണ്.
ഓരോ സ്റ്റെപ്പും വലത് കാല് വെച്ച് കയറുകയാണ് കേട്ടോ ഞാൻ. അപ്പം സാരി ഉടുക്കുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ധാവണി ചെയ്യിച്ചത്. ഇത് കസ്റ്റമൈസ് ചെയ്താണ്. എവിടെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിലിടാം കേട്ടോ. ഞാൻ അത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് വ്ളോഗായിട്ട്. അപ്പം അതെവിടെയാണ് ചെയ്തത്, ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലിടാം. ഇനി ഞാനും അമ്മയും കൂടെ ചേർന്ന് പാല് കാച്ചാനായിട്ട് പാലും കലവും അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. പാല് തിളച്ച് കഴിഞ്ഞല്ലോ, ഇനി 3 വട്ടം അരിയിടണം. എനിക്കാണെങ്കിൽ ആ പുകയടിച്ചിട്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. അടുത്തത് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങായിരുന്നു. അതായത് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പണിക്കാർക്കും ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം അതായിരുന്നു.
വിശക്കുന്നുണ്ടോ? ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ ഡ്രസ്സ്. രാവിലെ ഗണപതി ഹോമം പൂജ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിവിടെയായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിതയായിട്ട് വന്നിരുന്നിട്ട് ഐസ്ക്രീം തട്ടിവിടുക. അങ്ങനെ ദേ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ചും കൂടെ പണികളൊക്കെ തീരാനുണ്ട് കേട്ടോ. അതായത് കിച്ചൺ ചെയ്യാനുണ്ട്, ഇനി വാർഡ്രോബ് ചെയ്യാനുണ്ട്, സ്റ്റെയറിൻ്റെ ഇത് പോളിഷ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് ഇനിയും ചെയ്യാനുണ്ട് പണികൾ. പെയിൻ്റ് ഒരു കോട്ടിംഗ് ഉണ്ട്, എപ്പോക്സി ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. എനിക്ക് അവിടെ കിടക്കുന്ന ടർക്കിഷ് ലൈറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഓടുമായിരുന്നു. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഒരു സൈഡിൽ ടഫൻ്റെ ഗ്ലാസ് മാത്രം മതി എന്നുള്ളത്. അവിടെ ഇനി കർട്ടൻസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. പാല് കാച്ചൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി കിടക്കുന്ന ഒരാൾ. ഒന്നാം കൊമ്പ് അങ്ങനെ ഷബ്സി വന്നു. അപ്പോൾ ഞങ്ങളുടെ മാൻഡേറ്ററി പോസിംഗ് ആണ്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് എല്ലാവരോടും പറയുമായിരുന്നു, രാവിലത്തതും വൈകിട്ടത്തതും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ കളർ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്ക് ഞാൻ പറയുമായിരുന്നു. കാരണം രണ്ടും സെയിം കളർ കോമ്പിനേഷൻ അല്ലേ. ഇപ്പം മറിച്ചിടിച്ച് വീണത് സാഷ്ടാംഗം നമസ്കരിച്ചേനെ. ഇപ്പം ഞാൻ ഇതാണ് ഞാൻ വൈകിട്ടത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. അപ്പോഴേക്കും കസിൻസ് ഓടി വന്നു. സൈഡിലാണ് നോക്ക് താഴെ. ലൈറ്റ് കൊള്ളാം. മെത്ത ഉണ്ടാക്കാൻ ഒരു തൂത്തിറക്കും. ജന്മത്തിൽ ഏതോ ഒരു പാവം പൊന്നാല ജന്മത്തിലല്ല, ഈ ജന്മത്തിലും പാവം പണിയൊക്കെ. വീടിൻ്റെ അധികം വീഡിയോസ് ഞാൻ ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ പണികളൊക്കെ തീരാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാനിടാം, ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.